എത്രയായി? 3 ഇത് കണ്ടിട്ട് മാതൃകയാക്കേണ്ടവനാണോ മുസ്ലിം എന്ന് പറയുന്നത്? നിന്റെ ഫുട്ബോളിൽ ചിലപ്പോൾ നിനക്ക് അവനെ മാതൃകയായിരിക്കാം, പക്ഷേ നിന്റെ ദീനിന്റെ വിഷയത്തിൽ, ദീനിന്റെ കാര്യത്തിൽ മാതൃകയാക്കേണ്ടത് അവനെയല്ല. അവ ചില ആള് മനസ്സിലാക്കിയത് കല്യാണം കഴിക്കുമ്പോ ആദ്യം അവളൊന്ന് ബസ്സിലൊക്കെ പോയി നോക്കി, അവളെങ്ങനെയാ പോകുന്നത്, എവിടെയാ വരുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, അവളുമായിട്ട് എങ്ങനെ ഇണങ്ങി പോകുന്നൊക്കെ ആദ്യം ഒന്ന് പരിശോധിച്ചിട്ടാ കല്യാണം കഴിക്കേണ്ടത് എന്നാണ്. ഒരിക്കലുമല്ല. വൈവാഹിക ജീവിതത്തിൽ കൂടുതൽ ഇണക്കമുണ്ടാകണമെങ്കിൽ, കൂടുതൽ അതേ അടുപ്പമില്ലാത്ത ആളുകളുമായി ബന്ധമുണ്ടാകുമ്പോഴാണ് ആ ജീവിതത്തിൽ വലിയ പൊരുത്തവും സന്തോഷവും അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ഈമാനുള്ള വിശ്വാസികളോട് പറയുന്നു, നമ്മുടെ വൈവാഹിക ജീവിതം ഇസ്ലാം പറഞ്ഞതുപോലെയാകണം. ഏതോ കളിക്കാരനെ മാതൃകയാക്കരുത്. 3 മക്കളായിട്ട് വിവാഹം കഴിക്കാന്ന് വിചാരിക്കരുത്. മൊയ്ലിയാരെ 3 മക്കളായിട്ട് അങ്ങനെങ്കിലും വിവാഹം കഴിക്കട്ടെ, എന്നിട്ടെങ്കിലും മക്കളാകുമ്പോൾ പിന്നുള്ളതെങ്കിലും ജായിസായിട്ട് സിനയിൽ നിന്ന് ഒഴിവാകട്ടെ എന്ന് പറയുന്ന ഗതികേട് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഞാൻ വെറുതെ പറയല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ അവിടെ കല്യാണ വീട്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയാണ്, രാത്രിയിൽ പിന്നെ പെണ്ണുങ്ങന്മാരുടെ ചാട്ടായിരിക്കും. ഇയാൾ എന്നോട് തന്നെ പറയാണ്, സ്ത്രീകളുടെ ചാട്ടമായിരിക്കും. ഞാൻ ചോദിച്ചാ എന്തിനാണ്? പറഞ്ഞു, പുതിയുണ്ണി വരുന്ന ദിവസമാണ്, അപ്പൊ സ്ത്രീകളൊക്കെ ഒന്നിച്ച് ചാടും. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പുരുഷന്മാരൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ കസേരൊക്കെ റെഡിയാക്കിയത്, ഒരു ചാടുന്ന നോക്കാനാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഒരു മടിയില്ലാതെ പറയാണ്. മുസ്ലിമാണ് പറയുന്നത്. മുസ്ലിമിന് എന്തെങ്കിലും നാണം തോന്നുന്നുണ്ടോ, ലജ്ജ തോന്നുന്നുണ്ടോ? അന്യ പെണ്ണ് മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ട് ചാടുമ്പോ നോക്കാൻ ഒരു പ്രയാസമില്ല എന്ന് പറയും നമ്മൾ ഉപ്പാപ്പമാര്. നല്ല തലയിൽ തട്ടതി തൊപ്പിയിട്ട് നിസ്കരിക്കുന്ന ഉസ്താദ് ഉപ്പാപ്പമാര്, തലയിൽ നല്ലതാ തൗവല ധരിച്ചിട്ട് നിസ്കരിക്കുന്ന ഉപ്പാപ്പമാര് അന്യവണ്ണ തുള്ളിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇസ്ലാമിൽ വലിയ നിർബന്ധമുള്ള കാര്യമാണോ? അപ്പൊ ഇയാളെ മറുപടി, അതൊക്കെ തടുത്താൽ പുതിയ ജനറേഷൻ തടഞ്ഞാലും നമുക്ക് തടയാൻ കഴിയൂല. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്താ ഈ പറയുന്നത്? എന്റെ വീട്ടിൽ 5 കല്യാണം നടന്നിട്ടുണ്ട്, 5 വിവാഹം നടന്നിട്ടുണ്ട് എന്റെ വീട്ടില്. ഒരു വിവാഹത്തിനും ഒരു കൂട്ടുകാരും എന്റെ വീട്ടിൽ വന്നിട്ട് ഒരാവശ്യമില്ലാത്ത പാട്ടോ ഒരാവശ്യമില്ലാത്ത സംസാരമോ വീട്ടിൽ നിന്ന് ഒരാളും സംസാരിച്ചിട്ടില്ല. ആരോപണങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഉണ്ടാകാം, ഒരാളും സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തി എനിക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട്? ബാപ്പാന്റെ മുന്നിൽ നടക്കൂല എന്നുള്ള പരിപൂർണ്ണ ഉറപ്പ് മക്കൾക്കും മക്കളുടെ കൂട്ടുകാർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രം ബാപ്പാന്റെ മുന്നിൽ നടക്കൂല എന്ന പൂർണ്ണമായ ധാരണ ഉണ്ട്. ഇങ്ങനെയുള്ള ബാപ്പമാരെവിടെ? നമ്മുടെ നാടുകളിൽ ദീനിന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ച് പറയാൻ തന്റെ ഇടമുള്ള അലിമികളെവിടെ? അല്ല, തന്റെ ഇടമുള്ള ഉപ്പാപ്പമാരെവിടെ? മഹല്ല് കമ്മിറ്റിക്കാരെവിടെ? അല്ല, സർവ്വ പെണ്ണും ഒരുമിച്ച് കൂടിയിട്ട് ചാടുമ്പോ മഹല്ലിന്റെ പ്രസിഡന്റ് ആണോ അവിടെ ഇരുന്ന് നോക്കിയിരിക്കേണ്ടത്? അവിടെ ഇരുന്നിട്ട് നേതൃത്വം കൊടുക്കേണ്ടത്, ഇത്തരം തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് നാട്ടിലെ കാരണവന്മാരാണോ? നമ്മളെ ഉസ്താദുമാർ ഇതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ദീന് പറയല്? അന്യ പെണ്ണും പുരുഷനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തതുപോലെ, ഏതോ മതക്കാരുടെ ആചാരങ്ങളൊക്കെ നടക്കുന്നത് പോലെ, പഴയ കാലത്തൊക്കെ പല മതക്കാരുടെ ആചാരങ്ങൾ റോഡുകളിൽ ഇത്തരം ആചാരങ്ങൾ തുള്ളലും ചാടലും നടക്കലുണ്ടായിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ നടക്കുന്നതുണ്ടാകാം. ഇത് കണ്ടിട്ട് കോപ്പി അടിച്ച് ജീവിക്കേണ്ടവനാണോ മുസ്ലിം എന്ന് പറയുന്നത്? വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷുകാരന്റെ സുന്നത്താണ് എന്ന് വിചാരിക്കരുത്. ഇംഗ്ലീഷുകാരന്റെ സുന്നത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3 മക്കളായിട്ടും വിവാഹം കഴിഞ്ഞിട്ടില്ല, പ്രപ്പോസലേ കഴിഞ്ഞിട്ടുള്ളൂ. അത് 3 മക്കളായിട്ടാ പ്രപ്പോസൽ നടത്തിയത്, അല്ലെങ്കിൽ 4 മക്കളായിട്ടാ പ്രപ്പോസൽ നടത്തിയത്. ഇതിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഖുർആനൊന്നല്ല പറഞ്ഞത്, ആരും ബേജാറാകണ്ട. മക്കളുടെ എണ്ണത്തിൽ എന്തോ കൂടുതലോ കുറവുണ്ടെങ്കിൽ ആരും എന്നെ തിരുത്താനൊന്നും വരണ്ട. ഞാൻ പറഞ്ഞത് ഖുർആനിലേക്ക് ഇത്ര മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ല. അതിന്റെ പേരിൽ ആരും ബേജാറാകണ്ട. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. 3 മക്കളായിട്ടല്ലേ 4 മക്കളായിട്ടാണ് പ്രപ്പോസൽ നടത്തുന്നത്. ഇങ്ങനെയാണോ മുസ്ലിമിന്റെ വൈവാഹിക ജീവിതം? ഇതാണോ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത്? ഇല്ല മൊയ്ലിയാരെ, മക്കളായിട്ടൊന്നുമല്ല ഞങ്ങൾ വിവാഹ ജീവിതം നടത്താറുള്ളത്. മക്കളൊന്നും ആകുന്ന പണിക്കൊന്നും ഞങ്ങൾ പോകാറില്ല. മറിച്ചോ അവളെ ഒന്ന് കൂട്ടിയിട്ട് ടൂറ് പോകലേ ഉള്ളൂ. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ്, നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് അവളെയും കൂട്ടി ഒന്നൊരു കോഫി ഷോപ്പിൽ പോയി ഇടക്കിടക്ക് ഒന്ന് ഇരിക്കലുണ്ട് എന്നേ ഉള്ളൂ. ഇങ്ങനെ ചെറുതാക്കിയിട്ട് അതൊക്കെ ജായിസാണ് എന്ന് വരുത്തി തീർക്കുന്ന ചിന്താഗതിയുള്ളവരുണ്ടോ? അവരോടാ പറയുന്നത്, നമ്മൾ വൈവാഹിക ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് ഇംഗ്ലീഷുകാരനെ അല്ല. കാരണം ഇത് ഇംഗ്ലീഷുകാരന്റെ സുന്നത്തല്ല. വൈവാഹിക ജീവിതം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളെ പള്ളിയിലെ ഉസ്താദോ അല്ലാത്തവരോ നമ്മളെ നിക്കാഹിന്റെ ഖുതുബയിലെ ഒരു ഹദീസ് ഓതിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഫഖദ് അഹറസ ഫീ സുലുസൈ ദീനി, അവരുടെ ദീനിന്റെ 1/3 ഭാഗം ആ വൈവാഹിക ജീവിതം കൊണ്ട് അവർക്ക് തിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ ശരിയായ നിലക്ക് കൊണ്ടുപോകാനുള്ള കാരണം ഇത് നമ്മളെ ഖുതുബയിൽ നമ്മളെ ഉസ്താദ് നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.